ഒരുപക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും ആദ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു വീഡിയോ ചെയ്ത ചാനലാണ് നമ്മുടേത്. സീസൺ 5 അവസാനിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പക്ഷേ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്നും അല്ലായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ സെലിബ്രിറ്റികളിൽ ഒരു 3-4 പേരെങ്കിലും ഈ ഒരു സീസണിൽ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം അങ്ങനെയുള്ളവരുടെ പേരുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പേര് രാജീവ് പരമേശ്വർ. ഏഷ്യനെറ്റ് ഫാമിലിയിലെ ആളായതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. ടി വി പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വാനമ്പാടിയിലെ മഹി എന്ന വില്ലൻ കഥാപാത്രം, അതേപോലെ സാന്ത്വനത്തിലെ ബാലൻ എന്ന ഒരു വലിയേട്ടൻ കഥാപാത്രം, ഇതിലൂടെയൊക്കെയാണ് ഇദ്ദേഹം പ്രേക്ഷകർക്ക് ഇത്രയും പരിചിതനായത്. സാന്ത്വനം എന്ന ഏഷ്യനെറ്റിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് സീരിയൽ അതിന്റെ ക്ലൈമാക്സ് പോർഷൻസിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ നമുക്ക് ഈ ഒരു സീസണിൽ കാണാൻ സാധിച്ചേക്കാം. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേര് സ്വാസ്തിക വിജയ്. സീരിയൽ മൂവി ആക്ട്രസ് ആണ്, വിജയാണ്. ഈ അടുത്ത ചെറിയ രീതിയിൽ ഒരു കോൺട്രവേഴ്സിയിലൊക്കെ പെട്ട് നിൽക്കുകയാണ്. നിങ്ങളൊക്കെ ആ ഒരു സംഭവം കണ്ടു കാണുമായിരിക്കും. ലാലേട്ടൻ കുടിച്ച ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ സാധിച്ചത് ഭാഗ്യമാണ് എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രശ്നമായത്. സ്വാസ്തിക ഈ ഒരു സീസണിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിവാദവും ഒക്കെ ഉണ്ടാകുന്നത് വരെ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നോക്കിക്കാണാവുന്ന ഒരു പേര് തന്നെയാണ് സ്വാസ്തിക വിജയ്. മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് ഒരു സീരിയൽ ആക്ട്രസിന്റെ പേര് തന്നെയാണ് ശരണ്യ ആനന്ദ്. ശരണ്യ എന്ന് പറയുന്നതിനേക്കാൾ വേദിക എന്ന് പറയുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. ഏഷ്യനെറ്റിലെ കുടുംബവഴക്ക് സീരിയലിലെ ഒരു മെയിൻ വില്ലൻ കഥാപാത്രമായിരുന്നു. സിനിമകളിലും ശരണ്യ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു പേര് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പേരാണ്. നാലാമതായിട്ട് പറയാൻ പോകുന്ന ആളും ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. സീതാ കല്യാണം സീരിയലിലെ അജയ് എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ജിത്തു വേണുഗോപാൽ. കഴിഞ്ഞ ഒരു 3 സീസണിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കിയാൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പേര് എല്ലാത്തിലും കാണും. ഈ സീസണിലെങ്കിലും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജിത്തു വേണുഗോപാൽ. അഞ്ചാമത്തെ പേര് സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റ്. വരാൻ സാധ്യതയുണ്ട്, കാരണം ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമ, പൊളിറ്റിക്സ്, സ്പോർട്സ്, TV എന്നിങ്ങനെ എന്ത് കിട്ടിയാലും അതിനെക്കുറിച്ച് കാറിലിരുന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ആളാണ്. ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം അദ്ദേഹം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്ന് കാണാൻ എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. ആറാമതായിട്ട് പറയാൻ പോകുന്നത് ഒരു ഇൻഫ്ലുവൻസറിന്റെ പേരാണ് സുജിൻ ഫ്രം മല്ലു ഫാമിലി. ഇദ്ദേഹവും ഒരു കോൺട്രവേഴ്സിയിലൊക്കെ പെട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയ റൂമറുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് സെലിബ്രിറ്റീസിന്റെ പേരുകളാണ് ആറാട്ടണ്ണൻ, ഹണി റോസ്, ചെകുത്താൻ, ബാല, അമല ഷാജി, ഷാലു പയ്യാട്, പാല ഷാജി, മഞ്ജു പിള്ളൈ, മാല പാർവതി. അങ്ങനെ നീണ്ടുപോകും ഈ ഒരു ലിസ്റ്റ്. പക്ഷേ ഇവരിൽ ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം ഉണ്ടാവുമോ എന്ന്. ഡയാന ഹമീദ്, ശ്രീലക്ഷ്മി അറക്കൽ, സോണ നായർ, നിവേദ് ആന്റണി എന്നിങ്ങനെയുള്ള പേരുകളും കേൾക്കുന്നുണ്ട് ഈ ഒരു സീസണിൽ. ഈ പേരുകളൊക്കെ ഏകദേശം കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത്.